പൊന്നാനിയിലെ ഫേമസ് ഫുഡ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ ഒരു ആൻറ്റിക് സ്റ്റോറിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് പൊന്നാനി തന്നെയുള്ള കുറച്ച് ആൻറ്റിക് കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൊന്നാനിയുള്ള തീണ്ടീസ് എന്ന് പറയുന്ന ഒരു ആൻറ്റിക് സ്റ്റോർ, അവിടേക്കാണ് പോകുന്നത്. സലാം എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ഓണർ. ഇത് പാനൂസ. പൊന്നാനിയിലെ റംസാൻ മാസങ്ങളിൽ ഒരു മാസം വീടുകളുടെ ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ അലങ്കാരം ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിനൊക്കെ സ്റ്റാർ തൂക്കൂലേ, അതേപോലെ പൊന്നാനിക്കാര് എല്ലാരും ഒരു മാസം വീടിന്റെ ഒക്കെ ഫ്രണ്ടില് ഇപ്പൊ കുറവാണ്, പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാരും വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുകൂടി ട്രെൻഡായി വന്നു പാനൂസ എന്ന് പറഞ്ഞിട്ട്. ഒരു ലാമ്പാണിത്. അതിനകത്ത് ഇതിപ്പോ ഒരു ബേസിക് ആണ് ഈ പാനൂസ, ഈ ഷേപ്പ്. ഇതിന്റെ പല ഷേപ്പിലുണ്ടാവും. ഈ കപ്പലിന്റെ ഷേപ്പ് ഇവിടെ ഉണ്ട്, കണ്ട കപ്പലിന്റെ ഷേപ്പിലുണ്ടാവും, വിമാനത്തിന്റെ ഷേപ്പിലുണ്ടാവും. പിന്നെ ഇതിന്റെ ഉള്ളിൽ പണ്ടൊക്കെ ഇതേപോലെ ചുമണികൾക്കും പിന്നെ മെഴുകുതിരി ഒക്കെ ആയിരുന്നു. ഇപ്പൊ LED ലൈറ്റും ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ ആയി ഇപ്പൊ തുടങ്ങിയത്. പിന്നെ ഇത് നമ്മളെ ആനമയിലൊട്ടകം എന്ന് പറയുന്നത്. പൂരപ്പറമ്പിലും പള്ളി മറ്റേ ക്യാഷ് വെച്ചിട്ട് ഒരു കാസിനോന്റെ പോലത്തെ സാധനമാണ്. ഈ ഇങ്ങനെ ഇതില് ഒരു വേറെ ഷീറ്റ് ഉണ്ടാവും, അതിനകത്ത് ചിഹ്നങ്ങൾ ഉണ്ടാവും. ക്യാഷ് വെച്ചിട്ട് ഇങ്ങനെ കറക്കും. ഇതിലൊരു സൂചി വരും, അതിലിങ്ങനെ വന്നത് ഏത് പോയിന്റിലാണെന്ന് നമുക്ക് അതിൽ പ്രൈസ് അടിക്കുന്നതാണ്. പിന്നെ ഇതൊരു എന്റർടൈൻമെന്റ് ആണ്. മുട്ടായി കുറ്റി ഇതില് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊടുത്തിട്ട് കാണിച്ചിട്ട് മുത്തായ കുറ്റി. മുത്തായക്കുറ്റി. ഇതില് ഇവിടെയാണ് ഇതിങ്ങനെ ഒരു മുളന്റെ കഷ്ണമാണ്. ഇതിന്റെ രണ്ട് സൈഡ് ഉൾഭാഗം പൊട്ടിച്ചിട്ടുണ്ടാവും. ഉൾഭാഗത്ത് ഈ കമ്പ് ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്. നമ്മളിങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ ഒരു 30 ഡിഗ്രിയിലൊക്കെ ഇങ്ങനെ ചിരിച്ചു വെക്കും. ഇതില് മണ്ണെണ്ണ വയ്ക്കും. ഇത് നമ്മളിപ്പോ എന്തെങ്കിലും ഈർക്കിലൊക്കെ ചിമ്മിണികൾക്ക് അതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മെഴുതിൽ വെച്ചിട്ട് തീ കാണിച്ചിട്ട് ഇതിലൊന്നും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഇതിനകത്ത് നിന്ന് സ്പാർക്ക് വരും. അപ്പൊ നമ്മളിതിൽ ആദ്യം ഇങ്ങനെ ഊതും. ഇത് ഊതി കഴിഞ്ഞാൽ ഇതിൽ എയർ കുറച്ച് നിൽക്കും. എന്നിട്ട് തീ കാണിച്ചു കൊടുത്തു ആ സ്പാർക്കിൽ പുറത്തേക്ക് സൗണ്ട് വരും. തീ അടക്കാണ് വരുന്നത്. അപ്പൊ നല്ല സൗണ്ട് ഉണ്ടാവും. ഈ നമ്മള് പീരങ്കി ഇല്ലേ, അതേപോലെ പീരങ്കിയിൽ മരുന്ന് വെച്ചിട്ട് പൊട്ടിക്കണം. ഇതിലും മണ്ണെണ്ണ വെച്ചിട്ട് തീ കാണിച്ചിട്ട് പൊട്ടിക്കണം. ഇത് ഇതേപോലെ തന്നെ പൊന്നാനിയില് റംസാൻ മാസങ്ങളിൽ നോമ്പ് കാലങ്ങളിൽ രാത്രി തറാവിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാല് അത്തായം വരെ കുട്ടികൾ വലിയവരൊക്കെ ഇരുന്നിട്ട് വട്ടോളം ചെയ്തിട്ട് കളിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് സാധനമാണ്. അതാണ് ഇങ്ങനെ പേര് മുത്തായ കുറ്റി എന്ന് പറയാൻ കാരണം. നമ്മള് ഇവിടെ പൊന്നാനില് ഈ തറാവിസ് മുത്തായം കഴിഞ്ഞാലാണ് അത്തായം വരുന്നത്. ആദ്യം മുത്തായം കഴിഞ്ഞിട്ട് പൊട്ടിക്കുന്നതിന്റെ പേര് മുത്തായ കുറ്റി ഇത് വരുവാ. അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഇവിടെ റേഡിയോ സാധനങ്ങള്, പിന്നെ അതേപോലെ തന്നെ ഈ നമ്മളിതിൽ പിടിക്കാരെന്നാ പറയുന്നത്. ഇത് കണ്ടില്ല, ഇത് പിടിച്ച് കയറുന്ന വെള്ളാരക്കല്ലൊക്കെ ഉണ്ടാവും. തേങ്ങ പൊട്ടത്തേങ്ങ ആവും. അതിന്റെ ഉള്ളില് വെള്ളാരക്കല്ല് നിറച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ക്രാഫ്റ്റ് വർക്കാണ്. നമ്മൾ ഈ ഉറി ഇവരൊക്കെ ഉണ്ടാക്കുന്നവർ ചെയ്യുന്നതാണ്. വീടുകളുടെ ഒക്കെ ഫ്രണ്ടിൽ പിടിച്ച് കയറാൻ, പള്ളിയില്ലേ, പള്ളിയിലൊക്കെ ഫ്രണ്ടിൽ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിന് പിടിക്കയറെന്നാണ് പറയാതിന്. ഇന്നിപ്പോ കുറവ് ഇതൊക്കെ ഈ ഫുള്ള് പ്ലാസ്റ്റിക്കിലായി കാര്യങ്ങൾ. ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നവരുണ്ട്, നമ്മളതിന്റെ സെല്ലിങ് പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പൊന്നാനിന്റെ. പിന്നെ ഇത് ഒരു നമ്മളിവിടെ ബീച്ചിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ആണോ? നീലതിമിംഗലത്തിന്റെ വാരിയല്ലേ. നമ്മള് ഈ മത്സ്യം പിടിക്കാൻ വേണ്ടിട്ടേ കൂട്ടൂര് പോകും. അപ്പൊ വലയിൽ കൂടുന്നതാണ്, കടലിൽ കൂടുന്നതാണ്. അങ്ങനെ ഒരുപാട് വർഷം പഴക്കം. അത്ര വലിയതല്ല. ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കിട്ടാത്തൊരു സാധനം നമ്മുടെ കയ്യിൽ. അങ്ങനെ നമ്മളിതൊരു ഇവിടെ ഷോക്കേസ് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ ഇതൊരു 1938 ഒരു കലണ്ടറാണ്. ഇത് ആക്ച്വലി എന്താണ് ഇംഗ്ലണ്ടിൽ നിന്ന് പ്രിന്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇത് പണ്ട് കാലങ്ങളിൽ ഈ പൊന്നാനിയിലേക്ക് ഇതേപോലെ വാണിജ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾ വന്നതിൻ്റെ ഒരു തെളിവിന്റെ ഒരു ഇതും കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അന്ന് ഇങ്ങനത്തെ ഈ ഓൾട്ടി എന്നുള്ള പ്രൊഡക്റ്റ് ഇപ്പൊ ഒന്നും ഉണ്ട്. ഇത് എന്താണ് പുറത്തെ കമ്പനിത്തെ പ്രൊഡക്റ്റ്. അപ്പൊ അന്ന് അവരിങ്ങനെ സാധനങ്ങൾ കൊണ്ട് അതിന്റെ കൂടെ കലണ്ടർ കൊടുക്കുമായിരുന്നു പരസ്യത്തിന്. ഇതൊരു ആന്റിക്ക് പഴയ കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള സാധനമാണ്.
കുറച്ച് വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഇതേപോലത്തെ ഓരോ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിന് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ക്ലബ്ബ് ഉണ്ട്, വസന്ത് ഹാർ എന്നൊക്കെ പറഞ്ഞിട്ട്. തട്ടിമ്പുറം മുകളിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഈ മ്യൂസിക്കൽ പരിപാടികൾക്ക് വേണ്ടി. ഗോഡൌൺ പോലെ എല്ലാവരും യൂസ് ചെയ്യും. പക്ഷെ കുറെ സ്ഥാപനങ്ങളിലൊക്കെ മേലെ ഇതേപോലെ ഈ വിശേഷ ദിവസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഈ മൗലൂദ് സംഭവങ്ങളൊക്കെ വേണ്ടിയിട്ട് തട്ടുമ്പുറങ്ങൾ യൂസ് ചെയ്യും. അങ്ങനെ വിശേഷ ദിവസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ അല്ലാത്ത സമയങ്ങളിൽ ഗസല് പോലെയുള്ള കുറെ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇതായിട്ട് അവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗസൽ പരിപാടിയൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അവിടെ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പൊന്നാനിയിൽ അങ്ങനെ അവതരിപ്പിക്കുന്നവരുണ്ട്. പഴയ കാലത്തെ ഈ ഗസലൊക്കെ അവതരിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. തട്ടുമ്പുറം അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗാദറിംഗ് സ്പേസ് പോലെ അങ്ങനെ ഒരു സ്പേസ് പറയും. ചിലര് മരപ്പെണ്ണാണ് പണപ്പെട്ടി എന്നും പറയും. ക്യാഷ് കുറെ വീടൻ അറകളൊക്കെ ഉണ്ട് ഉള്ളിൽ. ചെറിയ ഇതൊക്കെ വേറെ എല്ലാം പൊന്നാനിന്റെ കളക്ഷൻസ് ആണ്. ഒക്കെ പൊന്നാനിയുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളതും ഈ മരങ്ങളായിക്കോട്ടെ, ഇങ്ങനത്തെ ആന്റി സാധനങ്ങൾ തറവാട്ടിൽ നിന്നും ഒക്കെ ഉള്ള കിട്ടിയിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മള് ഇവിടെ കംപ്ലീറ്റ്ലി ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടാപ്പി കാർഡ് ഉണ്ട്, അറബിക്കുള്ള ടാപ്പി കാർഡ് ഉണ്ട്. ഈ ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ അറബി ലിപികൾ, അറബി അക്ഷരങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇത് അറബിയുടെയാണ്, ഇത് ഇംഗ്ലീഷിലാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള പീസുകളാണിത്. ഇവിടെ പൊന്നാനിയിൽ ഒരു ലൈബ്രറി ഉണ്ട്, കുട്ടിക്കാനാണ്. ആൻറ്റിക് സ്റ്റോറിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് പാണ്ഡികശാല കാണാനാണ്. പാണ്ഡികശാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോഡൗൺ. അപ്പോൾ പണ്ടത്തെ ഗോഡൗൺ ആയിരുന്നു. കുറേ സ്ഥലങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇപ്പോൾ ഇവിടെ അങ്ങനെ ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് പണ്ടത്തെ ഒരു പാണ്ഡികശാല എന്ന് പറയുന്ന ഒരു സ്പേസ്. ഇങ്ങനെ കുറേ സ്പേസ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ് അവിടെ തൊട്ടടുത്തുള്ളൊരു തറവാട്, പള്ളിയും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പള്ളിയോട് ചേർന്നുള്ള നിൽക്കുന്നൊരു തറവാട് ജസ്റ്റ് ഒന്ന് കാണാൻ പോയി. അവിടെ വലിയ ഒരുപാട് മുറികളൊക്കെ ഉള്ള, ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന പഴയ വലിയൊരു തറവാടാണ്. തൊട്ടടുത്ത് പള്ളിയുണ്ട്, കുളമുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ പൊന്നാനിയിലൂടെ കുറച്ച് സ്ഥലത്തൂടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു.